നമസ്കാരം. വസ്ത്രങ്ങൾ അലക്കി പ്രതിമാസം 1 ലക്ഷം രൂപ എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ രാവിലെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന് ആ ഡ്രസ്സൊക്കെ മുഷിഞ്ഞിട്ടുണ്ടാവും. അത് എത്ര പേര് അലക്കുന്നുണ്ട്? സ്വന്തം ഡ്രസ്സ് കംപ്ലീറ്റ് അലക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? അലക്കാൻ നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ, നിങ്ങളുടെ പാരൻസ് ആണ് അലക്കുന്നതെങ്കിൽ നിങ്ങൾ ഇനി മുതൽ അലക്കി തുടങ്ങണം. കാരണം ഇനി അലക്കിയാലും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ചെറിയ വരുമാനം എന്നല്ല, ലക്ഷങ്ങളുടെ വരുമാനം. അപ്പോൾ എങ്ങനെയെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അലക്കുന്നത് വലിയൊരു മോശമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. സ്വന്തം വസ്ത്രങ്ങൾ അലക്കി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വസ്ത്രങ്ങളും നമ്മൾക്ക് അലക്കി തുടങ്ങാം. അങ്ങനെ അലക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അത് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തുടങ്ങും. അതൊരു ക്യാഷ് മെഷീനാണ്, ഒരു ATM മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ATM മെഷീൻ ആയി പോകുന്നത് അല്ലെങ്കിൽ ആയി മാറുന്നതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കംപ്ലീറ്റ് കാണാൻ പറ്റും. വർക്കൗട്ട് ചെയ്തിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സ്. സോ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. വസ്ത്രം അലക്കി വരുമാനം ഉണ്ടാക്കുന്നവരെ പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സിനെ പറയുന്ന പേരാണ് ലോണ്ട്രി ബിസിനസ്. ലോണ്ട്രി ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെയൊക്കെ സിറ്റികളിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇന്ന് മനുഷ്യരെ സംഭവിച്ചിടത്തോളം ഭയങ്കര ബിസിയാണ്. സമയം നിറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ വീട്ടിലെത്തി ഈ ഡ്രസ്സൊക്കെ വന്നിട്ട് അലക്കുക എന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ട്. ഇനി നമ്മുടെ ബ്ലാങ്കറ്റുകളൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് സമയമേ കിട്ടാറില്ല. നമ്മൾ തിരക്ക് പിടിച്ച ജീവിതം, ഹസ്ബൻഡും വൈഫിനും രണ്ടുപേർക്കും ജോലി, ഒരുപാട് വസ്ത്രങ്ങൾ, ഇതൊക്കെ അലക്കി കൃത്യമായി തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് സമയം മണിക്കൂറുകൾ എടുക്കും. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് ഉണക്കിയെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും അതിനൊരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സമയം പോലും സ്പെൻഡ് ചെയ്യാൻ ഇന്ന് ആൾക്കാരുടെ കയ്യിലില്ല. അപ്പൊ അങ്ങനെ സമയമില്ലാത്തത് നമ്മൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ കയ്യിൽ സമയമില്ല, നമ്മൾ അവരുടെ സമയക്കുറവ് നമ്മുടെ വരുമാനം. അതാണ് നമ്മുടെ ഇവിടുത്തെ കോൺസെപ്റ്റ്. സോ ഒരു ലോണ്ട്രി ബിസിനസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ലോണ്ട്രി ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പഠിച്ചു പോയപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഈ ബ്രാൻഡുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫ്രാഞ്ചൈസി കോസ്റ്റാണ് വാങ്ങിക്കുന്നത്. 25 lakh, 10 lakh, 5 lakh ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ നമുക്ക് പോസിബിൾ ആണ്. മെഷീനറിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 2.5 lakh, ഒരു 2 ലക്ഷം രൂപ മെഷീനറിയും മറ്റുള്ള കാര്യത്തിനും ഒരു 50,000 വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു 2.5 lakh റുപ്പീസ് ഉണ്ടെങ്കിൽ ഒരു മാസം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഓരോ 1 by 1 ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പറഞ്ഞ 2 ലക്ഷം രൂപ, 50,000 വർക്കിംഗ് ക്യാപിറ്റലാണ്. ഈ 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഹെവി ഡ്യൂട്ടി വാഷിംഗ് മെഷീൻ ആൻഡ് സ്പിന്നർ. ഇതിന് 1,75,000 രൂപ ഏകദേശം കോസ്റ്റ് വരും. ഹെവി ഡ്യൂട്ടി വാഷിംഗ് മെഷീൻ ആണ്, ഒപ്പം സ്പിന്നർ കൂടി 1,75,000 വരും. അതുപോലെ നല്ല ഒരു തേപ്പ് കിട്ടി വേണം തേക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉദ്ദേശിച്ച തേപ്പല്ല, ഇത് വേറെ തേപ്പാണ്. ഓക്കെ, ഡ്രസ്സൊക്കെ തേക്കുന്നില്ല, അതിന്റെ തേപ്പാണ്. ആ തേപ്പ് കിട്ടിയാണ്. അപ്പൊ ആ തേപ്പ് കിട്ടിക്ക് 10,000 രൂപ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അനുബന്ധ ചെലവുകളൊക്കെ വരും, അത് 15,000 രൂപ. ഇങ്ങനെ ആകെ മൊത്തം 2 ലക്ഷം രൂപയിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി പ്രവർത്തനത്തിനുള്ള മൂലധനം, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമുക്കൊരു 50,000 റുപ്പീസ് നമുക്ക് വേണം. ഇതിലെ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഷോർട്ട് കാര്യമാണ് പറയുന്നത്. ചെലവ് മൈനസ് പ്രതിദിനം 100 വസ്ത്രം അലക്കാൻ, അതായത് പ്രതിദിനം 100 വസ്ത്രം അലക്കി തേച്ച് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ചെലവും അതിന്റെ വരുമാനം കാര്യങ്ങളൊക്കെയാണ്. തൊഴിലാളികളുടെ വേതനം ഒരു 1,650 രൂപ കൊടുക്കണം. അതായത് ഒരു 100 വസ്ത്രം അലക്കാനുള്ള തൊഴിലാളികളുടെ വേതനം ഒരു 1,650 ഡെയിലി. ലിക്വിഡ് സോപ്പ്, ഇതിന് വേണ്ടിയിട്ടുള്ള സോപ്പ് ഒരു 100 രൂപ വേണ്ടി വരും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജസ് ഒരു 150 രൂപ കറണ്ടിന് ചാർജ് ആവും. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ചെലവുകളെല്ലാം കൂടിയിട്ട് ഒരു 2,000 രൂപ കൂടി, നിങ്ങൾ കംപ്ലീറ്റ് ചെലവുകളും കൂടി 2,000 രൂപ ആയി. ഇത് വരവ്, നമുക്ക് കിട്ടുന്ന വരവ് ഒരു 100 എണ്ണത്തിന് ഒരു 50 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 5,000 രൂപ വരവ് വരും. അതായത് ഒരു ഡ്രസ്സ് അലക്കി തേച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു 50 രൂപ വാങ്ങിക്കുന്നു വിചാരിക്കാം. ഒരു പാന്റ് ഷർട്ടും ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഒന്നും ആയിക്കോട്ടെ, ഒരു 50 രൂപ വാങ്ങിക്കുന്നു. അങ്ങനെയാണ് 50 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 100 എണ്ണത്തിന് 100 × 50, 2,000, 100 × 50, 5,000 രൂപ കിട്ടി. 5,000 നിന്ന് ഈ പറഞ്ഞ 2,000 രൂപ മൊത്തം ചെലവായില്ല. ആ ചെലവ് മൈനസ് ആക്കി കഴിഞ്ഞാൽ ലാഭം 3,000 രൂപയാണ് പെർ ഡേ ലാഭം. അങ്ങനെ പെർ ഡേ 3,000 രൂപ ലാഭം കിട്ടിയ ഒരു മാസത്തേക്ക് എത്രയായി? 90,000 രൂപയായി. അല്പസ്വല്പം ഈ 100 എന്നതിൽ കുറച്ച് ചെറിയ വ്യതിയാനങ്ങൾ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 1 lakh റുപ്പീസ് സുഖമായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇനി ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം,
100 ഡെയിലി കിട്ടണ്ടേ, 100 വസ്ത്രങ്ങൾ ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ നല്ല രീതിയിലാണ് ഒരു കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് കസ്റ്റമർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ബ്ലാങ്കറ്റുകളൊക്കെ അലക്കി കൃത്യമായിട്ട് തേച്ച് നമുക്ക് തരും. ബ്ലാങ്കറ്റും അതുപോലെ തന്നെ നമ്മുടെ കോട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, സ്യൂട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം അലക്കാൻ നമ്മൾ കൊടുക്കും. അത് തൊട്ടടുത്തുള്ള നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയിലാണ് കൊടുക്കുന്നത്. അപ്പൊ അവര് കൃത്യമായിട്ട് ഈ സംഭവം നമുക്ക് ചെയ്യും, നല്ല വൃത്തിക്ക് ചെയ്തു തരാൻ തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ സാധനം കൊടുക്കും. സ്യൂട്ടെല്ലാം അവിടെ തന്നെ കൊടുക്കും. അപ്പൊ കൃത്യമായിട്ട് അവർ അലക്കി നല്ല തേച്ച് വൃത്തിയാക്കി അടിപൊളിയായിട്ട് നമുക്ക് തരും. അതൊരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ അവരുമായിട്ട് നല്ല പരിചയമായി. മാത്രവുമല്ല അവരുടെ കടയിൽ പോയി കഴിഞ്ഞാൽ മൊത്തം ഒരു ചെറിയൊരു ഷോപ്പാണ്, ഷോപ്പിനകത്ത് കംപ്ലീറ്റ് സാധനമായിരിക്കും. എവിടെയാണ് വെച്ചിരിക്കുന്നത് പോലും അവർക്ക് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്ന അത്രയും സാധനങ്ങൾ ഡെയിലി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആലോചിച്ച് നോക്കിയിരുന്നു, എന്നോടൊക്കെ നല്ല ബ്ലാങ്കറ്റിനൊക്കെ നല്ല എമൗണ്ടാണ് വാങ്ങിക്കുന്നത്. അറൗണ്ട് 450 റുപ്പീസ് ഒക്കെ വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അത്രയൊക്കെ എമൗണ്ട് വെച്ച് കിട്ടുകയാണെങ്കിൽ ലോട്ടറിയാണ്, പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു 100 ക്ലൈന്റിനെ കിട്ടിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 100 × 450 രൂപ കൂട്ടി നോക്കി എത്ര എമൗണ്ട് ആയി, ഏകദേശം 10-40,000 രൂപയായി വരുമാനം. അമേസിംഗ് ആയിട്ടുള്ള വരുമാനമൊക്കെ നിങ്ങൾ ലോട്ടറി അടിക്കും. ബ്ലാങ്കറ്റുകളൊക്കെ കൊണ്ടുതന്ന വലിയ എമൗണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതൊരു വലിയൊരു സ്കോപ്പാണ്. ഇനി ഇതിന്റെ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ഥിരമായിട്ട് കസ്റ്റമറുമായിട്ട് നല്ല ഡീൽ ഉണ്ടായിരിക്കണം. 2 ഇനീഷ്യലി നമ്മൾ കസ്റ്റമറിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സർവീസസിന്റെ നല്ല ബാനർ, സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ഇത് ഫസ്റ്റ് നിങ്ങളുടെ മെഷീനൊക്കെ വന്ന് ഏതെങ്കിലും കുറച്ച് ആൾക്കാരുടെ ഡ്രസ്സ് നിങ്ങൾ അലക്കുന്നതും അതുപോലെ അലക്കിയിട്ട് അത് നന്നായിട്ട് തേച്ച് നല്ല സെറ്റായിട്ട് നിങ്ങൾ പാക്കിങ് ഒരു പ്രത്യേക ഒരു കവർ ഒക്കെ അടിക്കണം. ഒരു പ്രത്യേക അവർ തരുന്ന കവറിലല്ല നമ്മൾ തിരിച്ചു കൊടുക്കും. അവർ ഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ അവരോട് പറയാം കവർ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പിന്നെ നമ്മളിത് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കവർ നിങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ട് പേപ്പർ ബാഗ് പോലത്തെ കവറുകൾ കിട്ടും. അങ്ങനത്തെ നല്ലൊരു കവറൊക്കെ ആക്കി അതിനകത്തൊക്കെ വെച്ച് ആ കവറിനൊക്കെ ചെറിയ സ്പ്രേ ഒക്കെ ഉണ്ടാവും, സ്മെല്ലൊക്കെ ചെറിയൊരു സ്മെല്ല് കാര്യങ്ങളൊക്കെ. അത് ഓൾറെഡി നമ്മൾ അലക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സ്മെല്ല് കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ഒരു പവർഫുൾ ആയിട്ട് ഈ സാധനം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ മുഷിഞ്ഞ വസ്ത്രം തന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ അതൊരു പുതിയ വസ്ത്രം എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ കിട്ടിയാൽ നമ്മൾക്ക് റെക്കറിംഗ് ആയിട്ട് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പ്രത്യേകിച്ചിട്ട് ഈ മഴക്കാല സമയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ വസ്ത്രം അലക്കി കിട്ടാനും അത് ഉണക്കി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ലോണ്ടറി സർവീസസിന് ഉപയോഗിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓൺലൈൻ ലോണ്ടറി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പിന്നീട് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആൾക്കാർക്ക് ഓൺലൈനിലൂടെ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അഡീഷണൽ ചാർജ് വാങ്ങിക്കാം. ഒരു ബൈക്കിലോ സ്കൂട്ടറിലോ പോയിട്ട് അത് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ടൗണുകളിലാണെങ്കിൽ ഒരു ചെറിയൊരു കട ഷോപ്പ് ചെറിയൊരു റൂം എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇതൊക്കെ കളക്റ്റിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ആൾക്കാരുടെ സംഭവങ്ങളൊക്കെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നാടിനെ നിങ്ങളുടെ സിറ്റീനെ ലൊക്കാലിറ്റീനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെയ്ഡ് ആഡുകൾ ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് നാട്ടിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. മിനിമം ഒരു 5 ഗ്രൂപ്പ് ഉണ്ടാവും. ഈ 5 ഗ്രൂപ്പിൽ നിങ്ങളുടെ ആഡ്സ് ഇടുക. ആഡ്സ് നല്ല ബാനറൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ഞാൻ ഇന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വസ്ത്രങ്ങളൊക്കെ എല്ലാ ടൈപ്പ് വസ്ത്രങ്ങളും അലക്കുന്നുണ്ട്. ഇതാണ് ലോണ്ടറി സർവീസസ് ആണ്. ഇതാണ് കോൺടാക്ട് നമ്പർ. എനി ടൈം നിങ്ങൾക്ക് എൻ്റെ സർവീസ് അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് നല്ല സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് എത്തിക്കാനും പറ്റിയത് ഒരു ലോങ് ടേം വിഷനോട് കൂടി ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം ഇല്ലാന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ പ്രോജക്റ്റ് സർക്കാരിൻ്റെ PMEGP സ്കീമിലോ അല്ലെങ്കിൽ മുദ്ര സ്കീമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുപാട് സബ്സിഡിയുള്ള സ്കീമുകളുണ്ട്. മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ്, കെസ്റു, ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% മുതൽ 35% അപ് ടു 50% വരെ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും. സർക്കാരിന്റെ പല പദ്ധതികൾ ഈ പദ്ധതി പ്രകാരം 20, 25, 35, 40, 50% വരെ സബ്സിഡി കിട്ടുന്ന ഒരുപാട് പദ്ധതികൾ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് വീട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് അമ്മമാരുണ്ട്. ഇവരൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറക്കാതെ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബിസിനസ്, ഒരു സംരംഭം കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനപ്പുറം ഒരു 2-3 പേർക്ക് ജോലി കൂടി കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ജോലിയുടെ ശമ്പളമൊക്കെ കഴിച്ചിട്ടുള്ള ലാഭത്തിൻ്റെ കണക്കാണ് പറഞ്ഞത്. ആ ജോലി നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്, ആ വരുമാനം നിങ്ങളുടെ കയ്യിൽ കിട്ടും. 1650 രൂപ ഒരു 3 പേർക്ക് 500 വെച്ചിട്ട് 3 അമ്മമാർക്ക് ജോലി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലേക്ക് സംഭവിച്ചത്. ഇത് വേണമെങ്കിൽ കുടുംബശ്രീകളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ആ കുടുംബശ്രീകൾക്ക് ജോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കുടുംബശ്രീ ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവർ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അവർ ബിസിനസ് ചെയ്യാനുള്ള ഒരു പവർ, ഒരു ഊർജ്ജം അവർക്ക് നൽകുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിരന്തരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.